നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രണ്ടുപേരും വരാൻ പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചെന്താ? ടൈമിൽ തന്നെ സർ. ഇരിക്കെ. രണ്ടുപേരും തമ്മിൽ ഗാഢമായ ചർച്ചയിലായിരുന്നു അല്ലേ? എന്തായിരുന്നു ചർച്ചാ വിഷയം? പ്രതികളെ എങ്ങനെ പിടികൂടാതിരിക്കാം എന്നതിനെ പറ്റിയല്ലായിരുന്നു ചർച്ച. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. ഇത് മാജിക്, ടെലിപ്പതി, മൈൻഡ് റീഡിംഗ്, മന്ത്രവാദം ഇതൊന്നുമല്ല. നിങ്ങൾക്കത്ര പരിചയമില്ലാത്ത വിദ്യയാണെന്ന് മാത്രം. CCTV, പുറത്ത് ക്യാമറ കാണുന്ന കാര്യങ്ങളൊക്കെ അകത്ത് വെച്ച് ഞാൻ കാണുന്നുണ്ട്. പലയിടത്തും കേസന്വേഷണത്തിന് പോലീസ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാ, ആഴ്ചകൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റാത്ത കാര്യം ഞാൻ ദേ ഇവിടെ വെച്ച് ഒറ്റയിരിപ്പിന് ശരിയാക്കിയിട്ടുണ്ട്. കമാൺ, ഒന്ന് വായിച്ചു നോക്ക്. അതിൽ പ്രത്യേകമായി മാർക്ക് ചെയ്തിരിക്കുന്ന പേര് ആരുടേതാണ്? മുജീബ്. മുജീബ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. സംഭവ ദിവസവും അതിനു മുമ്പുള്ള അനേക ദിവസങ്ങളിലും ഈ മുജീബും വിവേകും തമ്മിൽ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതും പലതവണ. ആരാണ് ഈ മുജീബ്? അന്വേഷിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് അയാളെ സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തനിക്കറിയാമായിരിക്കും ആരാണ് ഈ മുജീബ് എന്ന്. എനിക്കറിയില്ല സർ. ഉറപ്പാണോ? അതെ സർ, എനിക്കറിഞ്ഞൂടാ. ഏത് വഴിക്ക് നീങ്ങിയാൽ അയാളെ കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിക്കട്ടെ സർ. സംഭവ ദിവസം, സംഭവ സമയത്ത് ആ ടവർ ലൊക്കേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും കൂടുതൽ തവണ വിവേകുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ മുജീബാണ്. അവനാണ് ഈ കേസിലെ ആദ്യ സസ്പെക്ട്. SI സുഗുണപാലൻ എന്ത് പറയുന്നു? അതെ സർ, മുജീബാണ് ആദ്യ സസ്പെക്ട്. അപ്പോ ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തുപോയ ആ സ്ത്രീ എത്രാമത്തെ സസ്പെക്ട് ആയിരിക്കും? അത് അവരുടെ സസ്പെക്ട് നമ്പറിൽ മാറ്റം വരും സർ. വളരെ ശരിയാ, നമ്പറിൽ മാറ്റം വരും. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഈ പുതിയ ആദ്യ സസ്പെക്ടിന്റെ പുറകെ പോകാം. ഒട്ടും സമയം പാഴാക്കാനില്ല. എത്രയും വേഗത്തിൽ അവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടേയുള്ളൂ ബാക്കിയെല്ലാം. ഓക്കെ? വെച്ചോ. കണ്ടിന്യൂ. വേണ്ട സർ. പറഞ്ഞു തീരട്ടോ. പറഞ്ഞു കഴിഞ്ഞാണ് സർ. എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓ സർ. ഫോൺ കട്ടായി. തന്റെ ഫോണിലേക്ക് ഏറ്റവും അധികം ബന്ധപ്പെടുന്ന നമ്പർ ഇതായിരിക്കും അല്ലേ? അങ്ങനെയല്ല സർ. ആരാണ് ദിയ എന്ന് തന്നോട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അവരെ കുറിച്ചും സ്വന്തം നിലയ്ക്ക് ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. ദേവ് അസോസിയേറ്റ്സിന്റെ CEO അച്ഛൻ രവിചന്ദ്രൻ ചെക്ക് കേസിൽ ഉൾപ്പെട്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നു. സർ, തനിക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? പരിചയക്കാരാണ്. സർക്കാർ കഴിഞ്ഞാൽ തനിക്ക് ശമ്പളം തരുന്നത് ഇവരാണ്, റൈറ്റ്? അയ്യോ, അങ്ങനൊന്നല്ല സർ. ഞാനങ്ങനെ ഒരിടത്തു നിന്നും ഒരിക്കലും. കഷ്ടപ്പെട്ട് താനൊന്നും വിശദീകരിക്കണ്ട. താൻ കറപ്റ്റഡ് ആയ ഉദ്യോഗസ്ഥനാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സർ, ആരുടെയോ ചതിയാണത്. അതെ, സ്പെഷ്യൽ ബ്രാഞ്ച് ചതിക്കും. പേടിക്കണം. എടോ, തന്റെ സകല ഇല്ലീഗൽ ബിസിനസ്സും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദിയയുടെ അക്കൗണ്ടിൽ നിന്ന് തന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ഒഴുകി വന്നിരുന്നു. ഒട്ടും വൈകാതെ അത് പിൻവലിക്കുകയും ചെയ്തു.
എവിടേക്കാണോ ഇതൊക്കെ പോകുന്നത്? സർ, എന്നെ വെറുതെ വിടണം. തീർച്ചയായും തന്നെ വെറുതെ വിടും. സിഐ സംഘവും പോയിട്ട് വരട്ടെ. താനിങ് വാടോ. ആ വാടോ. ഹലോ, എവിടെ? ഇവിടെ എത്തിയോ? ആ ശരി ശരി. ഓടരുത്, നിൽക്കാൻ. നിൽക്കടാ, അവിടെ നിൽക്കാനാ പറയാം. കേട്ടോ വണ്ടിയില്? അങ്ങോട്ട് അങ്ങോട്ട് കേരള വണ്ടി എടുക്കോ? എന്താ മുജീബേ, ഉറക്കമായിരുന്നു? ഉറങ്ങിപ്പോകും, സാരമില്ല. ഒരുപാട് ഓടി തളർന്നതല്ലേ. കഴിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ? വേണ്ട. നമുക്കല്പം സംസാരിക്കാമല്ലോ. ബുദ്ധിമുട്ടാകൂ? ഇല്ല. സംസാരിക്കില്ലെന്നാണോ അതോ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണോ പറഞ്ഞത്? സംസാരിക്കാം. ആ ശരി. മുജീബിന്റെ ശരിക്കുമുള്ള ജോലി എന്താണ്? ഞാൻ IT കൺസൾട്ടന്റാ. ഓ ഗുഡ്. ഏത് കമ്പനിയിലാണ്? ഫ്രീലാൻസ് ആണ്. പല കമ്പനികൾക്ക് വേണ്ടിയും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ആളൊരു അധ്വാനിയാണെന്ന് പറയണം. ഇതുകൂടാതെ വേറെന്തൊക്കെ ജോലിയാണ്? വേറൊന്നുമില്ല. വിവേക് എന്നൊരാളെ അറിയോ മുജീബേ? അറിയില്ല. അല്ല, മുജീബിനെ അറിയാം. പറ, ആരാ വിവേക്? വിവേക് ഏത് വിവേകാണ് സർ? എത്ര വിവേകിനെ അറിയാം? ഒരാളെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് അല്ലേ? അയാളിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല സർ. എങ്ങനെയാണ് വിവേകുമായിട്ട് പരിചയം? ബാംഗ്ലൂരായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അടുത്തായിരുന്നു വിവേക് താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള പരിചയ. അയാൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? പഠിക്കാന്നാ എന്നോട് പറഞ്ഞത്. സ്ഥലം ബാംഗ്ലൂരാണല്ലോ, അപ്പോൾ ഏർപ്പാടുകൾ പലതും കാണും അല്ലേ? അതെന്താണ് സാർ? അല്ല, ബിസിനസ്സുകൾ, ഡ്രഗ്സ്. അതൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല സാർ. ഇപ്പോ അയാളുമായിട്ട് കണക്ഷൻ ഒന്നുമില്ലേ? ഇല്ല. എത്ര നാളായി കണക്ഷൻ ഒന്നും ഇല്ലാതായിട്ട്? 2 മാസമായി. അത്രയും ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ. 1 മാസമല്ലേ ആയുള്ളൂ? അതെ. വിവേക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. എങ്കിലിപ്പോ തന്നെ മുജീബ് അയാളെ ഫോണിലൊന്ന് കോണ്ടാക്ട് ചെയ്യണം. എന്റെ കയ്യിൽ ഫോണില്ല സാർ. തന്റെ ഫോൺ ഇപ്പോൾ എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. വിളിക്ക്. വിളിക്കേ. നമ്പർ ഞാൻ മറന്നുപോയി. 1 മാസം മുമ്പ് വരെ കോണ്ടാക്ട് ചെയ്തിരുന്നതല്ലേ? ഫോൺ നമ്പർ അതിലുണ്ടാവും. വിളിക്കേ. മുജീബേ, നീ എന്നോട് പറഞ്ഞ ഉത്തരങ്ങൾ മുഴുവനും കളവാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണോ നീ കരുതുന്നത്? നീ എങ്ങനെ കരുതി കാണും? അതിനുള്ള ബുദ്ധിയല്ലേ നിനക്കുള്ളൂ. ഈ നാട്ടിൽ ജീവിച്ചിട്ടും വിവേക് എന്നൊരാൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം നീ മാത്രം അറിഞ്ഞിട്ടില്ല അല്ലേ?